എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് അല്പ ഭയപ്പാടോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇത് ഒരു വലിയ ചതിക്ക് മുന്നോടിയായിട്ടുള്ളതാണ്. ഈ ചതി ഇതുപോലുള്ള ഫോൺ കോൾ പലർക്കും വരുന്നുണ്ട്. അത് നിങ്ങൾ സൂക്ഷിക്കണം. ഫോൺ എടുത്താലും ഒരക്ഷരവും പറയണ്ട, അത് കട്ട് ചെയ്ത് കളയണം. ഞാൻ ഇന്ന് ഉച്ചയോടെ എനിക്കൊരു വാട്സപ്പിൽ ഒരാൾ വിളിച്ചു. ഹിന്ദിയിലാണ്. അയാൾ ഫുൾ യൂണിഫോമായിരുന്നു, പോലീസിൻ്റെ. ഒരു ഖാൻ എന്നാണ് അയാളുടെ പേര്. പേരിൽ ഖാൻ എന്നുണ്ട്. പോലീസ് യൂണിഫോമൊക്കെയാണ്. IPS എന്ന് പറയല്ല, അതിലെഴുതി IPS പേര് പറഞ്ഞിട്ട് IPS എന്നാണ് കാണുന്നത്. പക്ഷേ എന്നോട് അനിൽകുമാർ JS ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, അനിൽകുമാർ JSൻ്റെ വീട് തന്നെ. ആദിത്യാനിയാണോ ഉണ്ടോ? ആദിത്യാനിയുണ്ടോ? ഞാൻ പറഞ്ഞു അതെ, ആദിത്യാനിയും ഉണ്ട്. പിന്നെ എന്തോ അയാൾ കലിപില എന്നോട് ഹിന്ദിയിൽ സംസാരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉടൻ തന്നെ മോള് വർക്ക് ചെയ്തുകൊണ്ട് മോളിയിരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ ഉടൻ തന്നെ അയാൾ ആ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ തട്ടിപ്പിൻ്റെ കാര്യമാണ് എന്ന്. എനിക്ക് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പിള്ളേർ പുറത്തു പോയിരിക്കുകയാണ്, പോലീസുകാരനാണ് വിളിച്ചത്, എന്തെങ്കിലും സംഭവിച്ചോ? ഇന്നത്തെ കാലം അങ്ങനെയല്ലേ. അടുത്താണെങ്കിലും അങ്ങനെ ഞാൻ ഒന്ന് ഭയപ്പെട്ടു. രണ്ടാമത് ഞാൻ കൊച്ചുമോനെ ആദിത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നു, വീഡിയോ കോളാണ്. അയാളെ ഫോട്ടോയൊക്കെ ഉണ്ട് വീഡിയോയിൽ. അപ്പോൾ ഒന്ന് നോക്ക് ആരാണെന്ന്. അവൻ തിരിച്ചു വിളിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, തിരിച്ചു വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ പറഞ്ഞു ഇല്ല അമ്മ വിളിക്കാം, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോഴേ മനസ്സിലായി അയാൾ എന്താണെന്ന്. JS അനിൽകുമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ മരുമകനാണ്. അവൻ ദുബൈയിൽ ജോലി ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ നാട്ടിലുണ്ട്. ഈ നാട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായി. അതല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം ഭയക്കുമായിരുന്നു. ഒരു പോലീസ് ഓഫീസർ വിളിച്ച് അനിൽകുമാറാണോ ആദിത്യാനിയാണോ എന്നൊക്കെ ചോദിച്ചാൽ. അപ്പോൾ എന്തായാലും രണ്ടുപേരും നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അബോധാവസ്ഥയിലോട്ട് പോയില്ല. എനിക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ, ശക്തിയൊക്കെ ഉള്ളൂ. അല്ലെ പെട്ടെന്ന് ടെൻഷൻ കയറും. പല അസുഖങ്ങളും ഉള്ളതുകൊണ്ട്. എന്നാലും നിങ്ങളാരും ഇതുപോലെ ഒരു ഫോൺ വന്നാൽ കഴിയുന്നതും കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. അവരോട് കൂടുതൽ സംസാരിക്കരുത്. ഉടൻ തന്നെ ഞങ്ങൾ കോവളം പോലീസിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവർ അയാളെ നമ്പരൊക്കെ എഴുതി പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇയാളുടെ ഫോട്ടോ ഒന്നും വാട്സപ്പിൽ അയച്ചു കൊടുക്കാനോ അയാൾ ഒന്നും പറഞ്ഞില്ല. ഇതുപോലെ പല ഫോണുകളും പലർക്കും വരുന്നുണ്ട് എന്ന് പോലീസ് പറയുകയാണ്. പക്ഷേ എന്താണെന്ന് അവർക്ക് അതിനെപ്പറ്റിയൊന്നും അവർ വിശദമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. എന്താ ഇതിൻ്റെ അടിയിലുള്ള തട്ടിപ്പോ എന്താണെന്നറിയില്ല. എങ്ങനെ എൻ്റെ ഫോൺ നമ്പർ കിട്ടിയെന്നും അറിയില്ല. ഗൾഫിൽ ജോലി ചെയ്യുന്ന അനിൽകുമാർ, അത് ഇനിഷ്യൽസ് ആയിരുന്നു, JS എന്ന് പറഞ്ഞ് വിളിക്കുക. അവൻ്റെ മോൻ ആദിത്യാനി എന്ന് പറയുക. ഇതൊക്കെ എവിടുന്ന് സംഘടിച്ചെന്ന് എനിക്കറിയില്ല.
മിക്കവാറും അവർ എല്ലായിടത്തും എൻ്റെ ഫോൺ, നാട്ടിൽ വന്നാൽ എൻ്റെ ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഏത് കാര്യത്തിനും വിളിക്കാൻ എൻ്റെ നമ്പറാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് എവിടുന്ന് എടുത്തെന്നൊന്നും എനിക്കറിയില്ല. ഇത് ശരിക്കും ഒരു തട്ടിപ്പ് തന്നെയാണ്. ഞാൻ മോളെ വിളിച്ച ഉടൻ തന്നെ അയാൾ ഫോൺ കട്ട് ചെയ്തു. തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. പക്ഷേ വീഡിയോ കോണിലാണ് വിളിച്ചത്. ഫുൾ യൂണിഫോമില്ല, IPS എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൊച്ച് നോക്കിയപ്പോൾ അത് പാകിസ്ഥാൻ നമ്പരാണ്, പാകിസ്ഥാൻ്റെ കോഡാണ്. അപ്പോൾ അതെല്ലാം പോലീസിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കാൻ പറയുന്നു. ഞങ്ങളതിന് പോയില്ല. കാരണം ഇവിടുത്തെ പോലീസിനെ പറ്റി നമുക്ക് നല്ല മതിപ്പുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അല്ലെങ്കിൽ ആ ഏജൻ്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചതാണ്. ഞങ്ങൾ ലാൻഡ് ഫോണിലാണ് വിളിച്ചത്. ഒരു മൊബൈൽ വാട്സപ്പ് നമ്പർ തന്നിട്ട് ഇതിലോട്ട് അയാളെ ഫോൺ നമ്പരും അയാൾ വിളിച്ച നമ്പരും അയാളെ ഫോട്ടോയും എല്ലാം ഇങ്ങോട്ട് അയച്ചു തരാൻ പറയാനുള്ള ഒരു ബോധം പോലും അവർക്കില്ല. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? വേറെ തൊഴിലില്ലേ? ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ട് വരും. ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി, CCTV ക്യാമറയിൽ ഫോട്ടോ ഉണ്ടോ, ഒന്നെടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് 3 മാസവും 4 മാസവും കഴിഞ്ഞിട്ടാണ് വരുന്നത് CCTV ക്യാമറയിൽ ഫോട്ടോ കേട്ടും കൊണ്ട്. ഇവിടെയാണെങ്കിൽ അതൊന്നും എടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ പറയും എനിക്കിതൊന്നും അറിയില്ല. ഇവിടെ കുട്ടികൾ പുറത്ത് പഠിക്കാനൊക്കെ പോയി. 2-3 മാസം നിങ്ങൾ എവിടെയായിരുന്നു? മെഡിക്കൽ കോളേജിൽ CGS ആയിട്ട് കിടക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും നാൾ നിങ്ങൾ ഈ ആക്സിഡൻറ്റ് പറ്റിയാൽ അപ്പോഴല്ലേ, ഒരാഴ്ചക്കകത്ത് വന്നാൽ പിന്നെ ക്യാമറയിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് ക്യാമറ അയാൾ CGS അത്ര സ്നേഹമാണ് ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തിയോട്. 3 മാസം കഴിഞ്ഞതിന് ശേഷം ക്യാമറ ആരാണെന്ന് കണ്ടുപിടിക്കാൻ, ഈ ആക്സിഡൻറ്റ് ഇടിച്ചിട്ടവനെ കാണാൻ. ഇതുപോലെ അത് എപ്പോഴും ഇതുപോലെ കുറേ ദിവസം കഴിഞ്ഞാണ് വരുന്നത്. ചിലപ്പം ആ വ്യക്തി വന്ന് കേട്ട് നമ്മളെടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിന് പോലീസുകാർ വരും. ഞങ്ങളെടുത്ത് കൊടുക്കില്ല. ഞങ്ങൾ പറയും ആ വ്യക്തിക്ക് നമ്മൾ കൊടുത്തു, എന്നും ഇത് പറ്റില്ല, ഇവിടെ കുട്ടിയില്ല, കൊച്ചുണ്ടെങ്കിൽ നമുക്കിതൊക്കെ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇടും. ആരും അവരെയൊക്കെ അല്ലാതെ നമുക്കത് മാസങ്ങളായാൽ നമുക്കതിനെ എടുക്കാനുള്ള ഇതൊന്നും ഇല്ല. പക്ഷേ ഇത് എനിക്ക് നല്ല ഭയം ഉണ്ടായി. അവർ രണ്ടുപേരും നാട്ടിലില്ലായിരുന്നെങ്കിൽ ഞാനാകെ അബോധാവസ്ഥയിലോട്ട് പോയി. അത്രയ്ക്ക് ടെൻഷൻ അടിച്ച്. എനിക്കാണെങ്കിൽ പല അസുഖങ്ങളും ഉള്ളതല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള കോളൊക്കെ വരുമ്പോൾ അത് യൂണിഫോമിലൊക്കെ വന്ന് വിളിച്ചിട്ട് കറക്റ്റായിട്ടൊക്കെ പറയണം അവരുടെ പേര്, അത് ഇനിഷ്യൽ സഹിതം. അപ്പം അത് എങ്ങനെയാണെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിനൊരു മറുപടി തരിക. അതിനു വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പലർക്കും ഫോൺ കോൾ വരുന്നു പോലീസിനെ പറഞ്ഞു. പക്ഷേ പറഞ്ഞെങ്കിലും അവർ അതിനെപ്പറ്റിയൊന്നും വലുതായിട്ടൊന്നും അത്ര ഗൗരവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞേനെ. ഒരു വാട്സപ്പ് നമ്പർ തന്നിട്ട് ഈ ഫോട്ടോയും നമ്പരും അയച്ചു തരാൻ പറഞ്ഞേനെ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവർ താല്പര്യമുണ്ടെങ്കിൽ. പക്ഷേ അവരത് പറഞ്ഞില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ പോയി കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ സൂക്ഷിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതുപോലെ കോളുകൾ വന്നാൽ വെളിയിരിക്കുന്ന ആളുകളെ പേജൊക്കെ എടുത്ത് പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. വെറുതെ എന്താണ് ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശമെന്ന് എനിക്കറിയില്ല.
അത് എന്നാൽ അതുകൊണ്ട് എനിക്കതിൻ്റെ ഉദ്ദേശശുദ്ധിയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു തട്ടിപ്പ് തന്നെയാണ്. ഏത് രീതിയിലാണ് തട്ടിപ്പ് നടത്താൻ അവർ തീരുമാനിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്തു നമ്പർ ഇനി വിളിക്കാതിരിക്കാൻ. പക്ഷേ എന്നാലും പേടിയുണ്ട്. ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഉപയോഗിച്ച് വിളിക്കുമെങ്കിലോ. വാട്സപ്പിലൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ സഹിതം കാണുമ്പോൾ എന്തായാലും എടുക്കും. ഞാൻ പൊതുവേ ആര് വിളിച്ചാലും ഫോൺ കേൾക്കുമെങ്കിൽ എടുക്കും, എൻ്റെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ. ഇത് ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എൻ്റെ മക്കളെ, നിങ്ങൾ സൂക്ഷിക്കണേ. ഒരിക്കലും വെളിനാട്ടിൽ ഇരിക്കുന്ന നിങ്ങളുടെ മക്കളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയരുത്, അവരെപ്പറ്റി ഒന്നും പറയരുത്. ഞാൻ ഇത്തിരി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, എന്തെങ്കിലും പറയണമെങ്കിൽ പറ, അവരെല്ലാം ഇവിടെ ഉള്ളത് തന്നെ എന്ന് പറഞ്ഞു. മലയാളത്തിലാണ് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് അതിൻ്റെ മറുപടി പറയാൻ അറിഞ്ഞുകൂടാ. അയാൾ എന്തൊരു കലപിലായിട്ട് പറയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചത്. ഇത് നിങ്ങൾ കഴിയുന്നതും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, കാണണം. ആരും ഈ ചതിയിൽപ്പെടരുത്. നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ വെളിയിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ വെളിയിൽ പോയിട്ടുണ്ട് ജോലിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ പേരും കറക്റ്റുള്ള പേരും സ്ഥലവും ഒക്കെ ചോദിച്ചും കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തും. ആ ചതിയിൽ നിങ്ങൾ വീഴല് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നന്ദി. കാണണം, ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ എനിക്കിങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറയുന്നത്. താങ്ക് യു.